നമസ്കാരം. ഗോവിന്ദാലം ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ നമ്മൾ പറയാൻ പോകുന്നത് DEF എന്നാൽ എന്താണ് എന്നുള്ളതാണ്. കാരണം വെച്ചാൽ നമ്മളിപ്പം ബേസിക്കായിട്ട് ആൾക്കാർക്ക് ഡ്രൈവിംഗ് പഠിപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് മീറ്റർ കൺസോളിനെ കുറിച്ചെല്ലാം ഒരു അവയർനെസ് ക്ലാസ് എടുക്കാറുണ്ട്. അപ്പോൾ ആ സമയങ്ങളിൽ കൂടുതൽ ആൾക്കാരും ഡിജിറ്റൽ മീറ്ററിൽ DEF എന്നുള്ളൊരു മീറ്റർ ഉണ്ട്. അപ്പോൾ അത് കാണിക്കപ്പോഴേക്കും കൂടുതൽ ആൾക്കാരും പറയുന്നത് വെച്ചാൽ ഡെഫ് മീറ്റർ എന്ന് പറയുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പം അത് ഡെഫ് മീറ്റർ അല്ല, അത് DEF ആണ്. DEF എന്നാൽ ഡീസൽ എക്സോസ്റ്റിംഗ് ഫ്ലൂയിഡ് എന്നുള്ളത് ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നൊരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഈ DEF ഉള്ളത് ഏത് വാഹനങ്ങളിലാണെന്ന് വെച്ചാൽ BS6 വാഹനങ്ങളിലാണുള്ളത്. അപ്പോൾ നമ്മൾ ഈ പഠിപ്പിക്കുന്ന വാഹനം ടാറ്റ സിഗ്നയാണ്. അപ്പോൾ ഇത് BS6 വാഹനമാണ്. അപ്പം ഇതിന് പ്രത്യേക ഒരു മീറ്ററും ഉണ്ട്. അതേപോലെ തന്നെ ഇതിന് പ്രത്യേക ഒരു ടാങ്കും ഉണ്ട്. ഡീസൽ ടാങ്കിനുള്ള കണക്ക് തന്നെ DEFന് പ്രത്യേകം ടാങ്കും ഉണ്ട്. അപ്പോൾ ഇത് ഒരു ഡെഫിനിഷനായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഡീസൽ വാഹനങ്ങളിലെ ഹാനികരമായ നൈട്രജൻ ഓക്സൈഡ് കുറയ്ക്കുന്നതിനാവശ്യമായ ഒരു ലിക്വിഡാണ് ഈ DEF എന്നുള്ളത്. അപ്പോൾ അത് ഏകദേശം ഒരു 32% യൂറിയയും 67% ശുദ്ധജലവും ചേർന്നാണ്. ഇത് വാഹനത്തിൻ്റെ എക്സോസ്റ്റ് സംവിധാനത്തിലേക്ക് നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ വാഹനത്തിൻ്റെ പൊല്യൂഷൻ കുറയുകയും പരിസ്ഥിതി സംരക്ഷിക്കപ്പെടുകയാണ് ചെയ്യപ്പെടുന്നത്. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഈ വാഹനത്തിന് BS6 വാഹനങ്ങൾക്ക് ഒരു 300 ലിറ്ററിൻ്റെ ഒരു ടാങ്കും ഉണ്ട്. അതേപോലെ തന്നെ പ്രത്യേകമായിട്ടുള്ളൊരു DEFൻ്റെ ടാങ്കും ഉണ്ട്. അപ്പം ഇത് പറയുകയാണെങ്കിൽ ഡീസൽ ടാങ്കും അതേപോലെ ഇതാണ് DEFൻ്റെ ടാങ്ക് വരുന്നത്. ഇത് ഏകദേശം ഒരു 40 ലിറ്ററോളം കപ്പാസിറ്റി വരുന്നുണ്ട് ഇതിൻ്റെ ടാങ്കിന്. ഇതിൽ നമുക്ക് വരുന്നത് വെച്ചാൽ ഇതിൽ താഴെ വരുന്നത് ഫ്യൂൽ മീറ്ററാണ്, തൊട്ട് മുകളിൽ വരുന്നത് സ്പീഡോമീറ്ററാണ്. അതേപോലെ ഇടതുവശത്ത് വരുന്നത് മുകളിലുള്ളത് RP മീറ്ററും തൊട്ട് താഴെ വരുന്നത് ടെമ്പറേച്ചർ മീറ്ററാണ്. അതേപോലെ സെൻറ്ററിൽ ഡിജിറ്റൽ മീറ്ററിൽ വരുന്ന റൈറ്റ് സൈഡിലെ DEF എന്നുള്ള ആ മീറ്ററാണ് DEFൻ്റെ ലിക്വിഡ്. അതായത് ടാങ്കിൻ്റെ അകത്ത് എത്ര ലിക്വിഡ് ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റുന്ന മീറ്റർ ഇതാണ്.